ശീതള് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നില്ല, ബട്ട് ആ ഒരു ചിന്താഗതികളൊക്കെ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതായത് വേറൊന്നും ഇല്ലാത്തതുകൊണ്ട്. എന്താണ് ശീതളിന് തോന്നിയ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാർ ഇപ്പൊ 10ാം വർഷത്തിലേക്ക് എത്തുന്നു? എന്ത് കാര്യങ്ങളാണ് നല്ല മാറ്റങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന ചേഞ്ചസ് ശീതൾ നോക്കിക്കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഞാൻ പറഞ്ഞല്ലേ 2000 ഞാൻ ബാംഗ്ലൂർ പോകുന്നത്. അതിനുശേഷം ഒരു 2005 വരെ ഞാൻ അവിടെ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്നു, സംഗമ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ. ഇപ്പോഴും ഞാൻ സംഗമയുടെ ബോർഡ് മെമ്പറാണ്. സംഗമ വഴിയാണ് കേരളത്തില് പോളിസി ഡെവലപ്മെന്റിന് ചേഞ്ച് കൊണ്ടുവരുന്നത്. അപ്പൊ അന്ന് 2013 നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ഗവൺമെന്റിന്, സ്റ്റേറ്റ് ഗവൺമെന്റിനെ. അപ്പൊ അന്ന് ഞാൻ SMFK എന്ന് പറയുന്ന സംഘടനയുടെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ അന്ന് സ്റ്റേറ്റ് ആണ് പറയുന്നത് ഈ കമ്മ്യൂണിറ്റി ഇവിടെ ഇല്ല, ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെ ആ കമ്മ്യൂണിറ്റിയെ റിയലൈസ് ചെയ്യാൻ സൊസൈറ്റിയുടെ മുമ്പിൽ അത് അവരുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സർവേ അപ്രോച്ചബിൾ ആവുന്നു. ആ സർവേക്ക് നേതൃത്വം കൊടുത്തു. 5 ഡിസ്ട്രിക്റ്റിന്റെ കോർഡിനേറ്റർ ആയിരുന്നു ഞാൻ, സ്റ്റേറ്റ് ലെവലും കോർഡിനേറ്റർ ആയിരുന്നു. അപ്പൊ അതില് പങ്കാളിയായിരുന്ന സമയത്ത് ആണ് സ്റ്റേറ്റിന് മനസ്സിലാവുന്നത് ഇത്രയധികം ആളുകളോടെ ഉണ്ട്. അന്ന് 4000 പേരാണ് ഐഡന്റിറ്റി തുറന്നു പറഞ്ഞു വരുന്നത്. ദെൻ 2015 ശേഷം പോളിസി ഇനോഗ്രേഷൻ 15 വരുന്നു. 16 പുതിയ ഗവൺമെന്റ് വരുന്നു, ഇടതുപക്ഷ സർക്കാർ വരുന്നു. ഇടതുപക്ഷ സർക്കാരിന് വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ബജറ്റ് അലൊക്കേഷൻ ഉണ്ടാവുന്നത്. സ്റ്റേറ്റ് ബജറ്റ് അലൊക്കേഷൻ, നമുക്കൊരു ബോർഡ് ഉണ്ടാവുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ട്രാൻസ്ജെൻഡർ ബോർഡ് ഉണ്ടാവുന്നത്. ഞാൻ ബോർഡ് മെമ്പർ ആയിരുന്നു. പിന്നെ കമ്മ്യൂണിറ്റിയുടെ വെൽഫെയറിനെ ഇൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രാൻസ്ജെൻഡർ സെല്ല് രൂപീകരിക്കുന്നു. അതിനുശേഷം 2018 ഒരു പ്രോജക്റ്റ് വരുന്നു, റെയിൻബോ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് വഴിയാണ് ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, നിയമം, റിലേഷൻഷിപ്പ്, കൗൺസിലിംഗ്, എഡ്യൂക്കേഷൻ, സ്കോളർഷിപ്പ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്പോണന്റാണ് റെയിൻബോ പ്രോജക്റ്റ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് 2000 മുതൽ 2005 വരെ ഞാൻ സംഗമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ 2011 മുതൽ 16 വരെ പെഹച്ചാൻ പ്രോജക്റ്റും സംഗമ റൺ ചെയ്തിരുന്നത്, അതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേറ്റിൽ സംഗമയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് കേരളത്തിൽ വന്ന് അവർ ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, ഇന്ത്യയിൽ ആദ്യമായിട്ട് സർവേ നടന്ന സംസ്ഥാനം കേരളമാണ്, പോളിസി പാസ്സാക്കിയ സംസ്ഥാനം കേരളമാണ്, ബോർഡ് രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്, ബജറ്റ് അലൊക്കേഷൻ കേരളമാണ്, സർജറിക്ക് ഫണ്ട് കൊടുക്കുന്ന സംസ്ഥാനവും കേരളമാണ്, സ്കോളർഷിപ്പ് കൊടുക്കുന്ന സംസ്ഥാനം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ കേരളം ഒന്നാമതായി നിൽക്കണമെങ്കിൽ അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു സഹായത്തോടു കൂടി മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതിന് വേണ്ടിയിട്ട് അന്നത്തെ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ള ഷൈല ടീച്ചറും ഇപ്പോഴത്തെ മിനിസ്റ്റർ ആയിട്ടുള്ള ബിന്ദു ടീച്ചറും നന്നായിട്ട് എഫർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ എംപവർമെന്റിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ കലോത്സവം ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംഘടിപ്പിച്ചത് ഈ സർക്കാരാണ്. കായികമേള സംഘടിപ്പിച്ചതും ഈ സർക്കാരാണ്. 2 വർഷമായിട്ട് കായികമേള സംഘടിപ്പിച്ചിട്ടുണ്ട്. 3 വർഷമായിട്ട് കലാമേളയും യുവജനോത്സവം, സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ പോലെ തന്നെ ട്രാൻസ്ജെൻഡർ കലോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അവാർഡുകളും കൊടുക്കുന്നുണ്ട് എല്ലാ വർഷവും. ശീതള് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ രാഷ്ട്രീയം പറയുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ നമ്മളിപ്പോ ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് പറഞ്ഞു. അതേസമയം UDF സർക്കാരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഷാഫി പറമ്പിൽ അതുപോലുള്ള ആളുകൾ ട്രാൻസ്ജെൻഡേഴ്സിനെ വെൽക്കം ചെയ്യുന്നു ഒരു സൈഡ്. പക്ഷേ ഈ UDFന്റെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് ആണെങ്കിൽ പരസ്യമായി വന്ന് ചാനലിൽ ഇരുന്ന് യുവ നേതാക്കൾ ഇതെന്തോ വലിയ ക്രൈമാണ്, ഇതൊന്നും ഈ ലോകത്തില്ല, അതെങ്ങനെയാ നോക്കിക്കാണുന്നത്? ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. പ്രശസ്തിയായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ഉണ്ട്, അനിത പ്രതാപ്. എല്ലാവർക്കും അറിയായിരിക്കും. അനിത പ്രതാപ് പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂല്, അവർ ബൽതാക്രേനെ കാണാൻ പോയി. അപ്പൊ ബൽതാക്രേനെ കാണാൻ പോയപ്പോ ബൽതാക്ര ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ ജാതി എന്താണ്, മതം എന്താണ്. അപ്പൊ അവര് പറയുന്നു, എന്റെ ഇന്റർവ്യൂ ആണിത്, ഞാനൊരു ആങ്കറാണ്, എനിക്ക് എന്റെ മതമായിട്ട് യാതൊരു. അപ്പൊ മതം പറഞ്ഞാലേ നിനക്ക് ഇന്റർവ്യൂ ഉള്ളൂ. അങ്ങനെ അവര് നിവൃത്തിയോട് മതം പറയേണ്ടി വരുന്നുണ്ട് ബൽതാക്രയുടെ അടുത്ത്. അവസാനം അയാൾ മുസ്ലിമുകളെ കുറിച്ച് വളരെ മോശമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ ശേഷം ഇവര് ചോദിക്കും, നിങ്ങൾ ഇത്രയധികം മുസ്ലിം വിരുദ്ധത പറഞ്ഞല്ലോ, ഇതിന്റെ പിന്നിൽ എന്താ, അതങ്ങനെയാണെന്ന് അയാൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അവസാനം വനിതാ പ്രതാപ് പറയുന്നു, നിങ്ങളുടെ ഹെയർ ഒക്കെ നല്ല ഭംഗിയുണ്ട്, കേളൊക്കെ ചെയ്തിട്ട് വെരി ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു, ഇത് എങ്ങനെയാ ചെയ്യുന്നത്, ആരാ ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം പറയുന്നു, എന്റെ ബാർബറാണ്, അവൻ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, അവനൊരു മുസ്ലിമാണ്. അപ്പൊ
അനിത പ്രതാപ് അയാളോട് ചോദിച്ചു, നിങ്ങൾ ഈ കണ്ട വരാതെ മുഴുവൻ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് സ്വന്തം വീട്ടിലൊരു ബാർബറിന് സ്വന്തം തല വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ, അതും ഒരു മുസ്ലിമിന്, നിങ്ങൾക്ക് ഇത് എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന? അതാണ് പൊളിറ്റിക്സ്. ഇത് തന്നെയാണ് എനിക്ക് ഈ കാര്യത്തിലും പറയുന്നത്, പൊളിറ്റിക്സ് ആണത്. അപ്പം ട്രാൻസ് പോളിസി കൊണ്ടുവന്ന് അത് ഉദ്ഘാടനം ചെയ്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. അന്ന് സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ ആയിരുന്ന ആളാണ് എം.കെ. മുനീർ. എം.കെ. മുനീർ വഴിയാണ് നമ്മൾ സർവേ ചെയ്യുന്നതും പോളിസി ഡെവലപ്പ് ചെയ്യുന്നതും. ആ ആളാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് ഈ വിരുദ്ധ അഭിപ്രായം പറഞ്ഞത്. ക്യൂർ പ്രൈഡ് സമയത്ത് ജൂണില് ക്യൂർ പ്രൈഡിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എം.കെ. മുനീർ പോസ്റ്റ് ഇട്ടിരുന്നു. ഞാനൊക്കെ അത് ഷെയർ ചെയ്തിരുന്നു. ഒരു 1 hour കഴിഞ്ഞപ്പോൾ എം.കെ. മുനീർ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. അതായത് അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പോസ്റ്റ് ഇട്ട ഒരാള് പെട്ടെന്ന് അത് റിമൂവ് ചെയ്യാണ്. ഒരു സമൂഹത്തിന് വേണ്ടി പോളിസി തയ്യാറാക്കുകയും അതിനുവേണ്ടി എഫേർട്ട് എടുക്കുകയും ചെയ്യുന്ന ഒരു മിനിസ്റ്റർ ആ സമൂഹത്തിന് എതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പൊളിറ്റിക്സും മതവും കൂടിയിട്ടുള്ള ഒരു സംഭവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ പറ്റില്ല, കാരണം അവർ ആ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഞങ്ങൾക്കത് വല്ലാത്തൊരു ഫീലിംഗ് വിഷമം ഉണ്ടാക്കി ഈ സമൂഹത്തിന്. കാരണം UDF-ന്റെ ഘടകകക്ഷിയാണ് ഇവര്. പക്ഷെ അതേസമയം UDF-ന് ട്രാൻസ്ജെൻഡർ സംഘടനകളുണ്ട്, ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് ഉണ്ട്, LDF-നും ഉണ്ട്, ട്രാൻസ്ജെൻഡർ ഡെമോക്രാറ്റിക് TDF-K ഉണ്ട്. അപ്പം രാഷ്ട്രീയത്തിൽ അവർ പ്രവേശിക്കുന്നുണ്ട് കമ്മ്യൂണിറ്റീസ്. പക്ഷെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു നോളജ് സെൻസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളത്. അപ്പൊ ഇവരൊക്കെ ഇതിവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോവാണെങ്കിൽ അവിടെ മന്ത്രിസഭകളിൽ അവര് മന്ത്രിമാരാ, മേയർമാരാ ഓരോ സ്റ്റേറ്റിലൊക്കെ. US-ലൊക്കെ ഓരോ സ്ഥലങ്ങളിൽ മേയർസാ. ഇപ്പൊ ഫിൻലൻഡോ ന്യൂസിലൻഡിലൊക്കെ ക്യൂർ ആളുകളുണ്ട്, റെപ്രസെന്റേഷനുണ്ട്. ന്യൂസിലൻഡിലൊക്കെ ക്യൂർ റെപ്രസെന്റേഷനുണ്ട് ഓരോ മന്ത്രിസഭയിലും സെനറ്റിലൊക്കെ. നമ്മൾ ഈ മതവും ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ മതപണ്ഡിതന്മാർ ഭയങ്കരമായിട്ട് സ്നേഹം എല്ലാവരിൽ നിന്നും സ്പ്രെഡ് ചെയ്യണം, എല്ലാവരും കമ്പാഷനായിട്ട് ഇരിക്കണം, എല്ലാവരും പരസ്പരം സ്നേഹിക്കണം എന്നൊക്കെ പറയുന്ന മതപണ്ഡിതന്മാരിന് വേറൊരു സൈഡിൽ കൂടെ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറ്റം പറയുന്ന വീഡിയോസൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയസിൽ ഭയങ്കരമായി കാണുന്നുണ്ട്. മഴവിൽ മാഫിയ എന്നൊക്കെ വിളിക്കുന്ന ഒരു റാഡിക്കൽ വിശ്വാസി സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ആ ഒരു സമയത്ത് അവർ പറയുന്നത് നിങ്ങൾ കുട്ടികളെ മനഃപൂർവ്വം ബലാത്കാരമായി പിടിച്ചുകൊണ്ട് പോയി അവരെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, കുട്ടികളെ സൈക്കോളജിക്കലി അങ്ങനെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ അവരെ ഒരു ബോധം നിങ്ങൾ മനഃപൂർവ്വം ശ്രമിച്ച് മാറ്റുന്നു എന്നൊക്കെയാണ് പറയുന്നത്. മഴവിൽ മാഫിയ എന്നടക്കം വിളിക്കുന്നു. അപ്പോൾ ഒരു സൈഡ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് സമൂഹത്തിലൊരു പൊസിഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ ഇതുപോലെയുള്ള ആളുകളുമുണ്ട്. അതെങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? ഏതൊരു ആശയത്തിനും ഒരു എതിർവശം ഉണ്ട്, അതിനൊരു പോസിറ്റീവ്സും ഉണ്ട്. അപ്പം നമ്മളെപ്പോഴും പോസിറ്റീവ്സിനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അത് എക്കാലത്തും അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പം ഞാനൊക്കെ ഇവിടെ ഒന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിലുള്ള തലമുറ എത്രയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പം നമ്മള് ഇതൊരു നല്ല കാലഘട്ടം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമെങ്കിലും, പക്ഷെ ഇതൊരു നല്ല കാലഘട്ടമൊന്നുമല്ല. ഇതിനു മുമ്പും ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പം മുസ്ലിമുകൾക്കെതിരെ ആക്രമണം നടക്കുന്ന ഒത്തിരി നാടുകളുണ്ട്. ആ നാടുകളിൽ ഇരുന്നു കൊണ്ട് ഇവർക്ക് ഇത് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പം പലസ്തീനെതിരെയും ഗാസക്കെതിരെയൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഓരോ ഇസത്തിനെയൊക്കെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. പക്ഷെ ആ ആശയത്തെ സ്പ്രെഡ് ചെയ്യുന്ന ആളുകള് ഒരിക്കലും തളരുന്ന ആളുകളല്ലല്ലോ. പക്ഷെ ഈ മഴവിൽ മാഫിയ എന്നൊക്കെ വിളിക്കുമ്പോ എന്താ തോന്നുന്നത്? ഡെഫിനറ്റ്ലി അത് അവര് വിളിക്കട്ടെ, അവരൊരു പദം ഉണ്ടാക്കുന്നു. ഇപ്പം സ്ത്രീകളെ വളരെ മോശമായിട്ട് വിളിക്കാനൊക്കെ ആരാണ് ഇവിടെ പദം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക? ഇവിടുത്തെ ഈ സമൂഹം തന്നെയാണ് അല്ലേ? ട്രാൻസ് വ്യക്തികളെയും വിളിക്കാനായിട്ട് പദം ഉണ്ടാക്കിയത് ആരാ? ഇവിടുത്തെ ആളുകൾ തന്നെയാണ്. അപ്പോൾ അവരോട് എന്ത് പറയാനാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവര് പറഞ്ഞോണ്ടേ ഇരിക്കത്തുള്ളൂ. പക്ഷെ നമുക്കത് കേൾക്കാനല്ല ജോലി. നമ്മുടെ ജോലി അതല്ല. നമ്മള് മാനുഷികമായിട്ടുള്ള മൂല്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അത്. ഇപ്പം വുമൺ എംപവർമെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമണങ്ങൾ
ഉണ്ട്. പക്ഷെ അവരുടെ നിയമം മുഴുവൻ സ്ത്രീകൾ അതെടുത്ത് ദുരുപയോഗം ചെയ്യാണ്. ഡെഫിനറ്റ്ലി അതില് ചില ഇഷ്യൂസ് ഉണ്ടായിരിക്കും, പക്ഷെ അത് മൊത്തം സ്ത്രീ സമൂഹത്തെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ ഫെമിനിസം എന്ന് പറയുന്ന വളരെ പുരാതനമായിട്ടുള്ള ഒരു കണ്ടന്റിനെ നമ്മളിന്ന് ഫെമിനിറ്റി എന്ന് പറയുന്ന മോശം വാക്കിലേക്ക് ആരാ എത്തിച്ചത്? നമ്മൾ പറയുന്ന ഈ പുരോഗമന സമൂഹം, അതൊരു പുരോഗമന സമൂഹത്തിന്റെ ലക്ഷണമേ അല്ല. പുരോഗമന സമൂഹത്തിന്റെ ലക്ഷണമേ അല്ല. അത് തന്നെയാണ് ഇപ്പം മഴവിൽ മാഫിയ എന്ന് വിളിക്കുന്ന ആളുകൾ. നമ്മളല്ല ആ പദം ഉണ്ടാക്കിയിട്ടുള്ളത്, അത് മറ്റാരൊക്കെ ഉണ്ടാക്കിയത്. അവരുണ്ടാക്കിയിട്ടുള്ളത് അവരിത്തരം ത്രെട്ടണിങ്ങിന് മറ്റു കാര്യങ്ങളൊക്കെ, അത് നമ്മൾ ഗവനിക്കുന്നേ ഇല്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അത് തന്നെയാണ് റിയാലിറ്റി. ആ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്താ പറയാനാ, അത്രേ എനിക്കും പറയാൻ പറ്റുള്ളൂ. കാരണം ഓരോ ആശയങ്ങളും ഈ സമൂഹത്തില് മുൻപോട്ട് വരുന്നതും അതിന് സ്പ്രെഡ് ചെയ്യുന്നതും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് തന്നെയാണ്, അല്ലെ? ഇപ്പം വളരെ സ്വാഭാവികമായിട്ടുള്ള എന്താ പറയാ, വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പുരോഗമന രാഷ്ട്രീയ ആശയങ്ങളിൽ നിന്നും എങ്ങനെയാണ് സവർണ ഹിന്ദു രാഷ്ട്രീയത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കാനായിട്ട് അപ്രോച്ചബിൾ ആയിട്ട് മാറാൻ ശ്രമിക്കുന്നത്, അതിനു വേണ്ടി ഈ സമൂഹത്തിലെ ഒത്തിരി ആളുകൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നത്, അത് അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് പലർക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ ആ അപകടത്തെ തിരിച്ചറിഞ്ഞതിന് പ്രതിരോധിക്കുന്നവരുണ്ട്. ആ പ്രതിരോധിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ഈ മീറ്റു മൂവ്മെന്റ്സിനെ കുറിച്ചൊക്കെ നേരത്തെ സംസാരിച്ചല്ലോ. ഈ മീറ്റു മൂവ്മെന്റിനെ കുറിച്ച് തുറന്നു പറഞ്ഞ ഒരാളാണ് ശീതൾ ശ്യാം, ഒരു പ്രമുഖ നടനെതിരെ. അല്ല, ഞാൻ മീറ്റു മൂവ്മെന്റിന് വെച്ചാല് എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് സംഭവിച്ചെന്ന് വെച്ചാല് ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ കേസ് കൊടുക്കാനോ പോയിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ നിന്നൊരു സിനിമ സെറ്റിലാണ് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്. അതിനു വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ നടനുള്ള മറ്റൊരു സിനിമ സെറ്റിൽ പോയപ്പം ആ നടൻ തന്നെ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, WCCയിലെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്നുള്ളത് അയാള് സംസാരിച്ചു. അപ്പൊ ആ ഭയം വന്നത് എന്തുകൊണ്ടാ വെച്ചാല്, നമ്മള് ഓപ്പണായിട്ട് മീഡിയാസിൽ പറയാണ് ഇന്ന ആള് തെറ്റ് ചെയ്തു എന്നുള്ളത്. ആ ഭയം അയാൾക്ക് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. കാരണം എന്നിട്ടും അയാൾ അവിടെ ഇത്തരം വൃത്തികേടുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാ. അത് പുറത്തു പറയാൻ പറ്റുന്ന സ്ത്രീകളുണ്ടായിരുന്നു, പറഞ്ഞിട്ടുള്ള സ്ത്രീകളും ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത സിനിമ സെറ്റിലാണ് ആ സംഭവം നടന്നത്. അതിപ്പോ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. ശീതളിന് അത് പറയാൻ, ആ ഒരു സംഭവം പറയാൻ താല്പര്യമുണ്ടോ എന്താണ് എന്നുള്ളത്? എനിക്ക് തോന്നുന്നു ആഭാസം സിനിമയുടെ സെറ്റിലാണ് സംഭവം നടന്നത്. അപ്പൊ അതിനുശേഷം അവരതിനെയൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. കേസിന്റെ ഒക്കെ സംഭവങ്ങളുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മീറ്റു മൂവ്മെന്റ് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഈവൻ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം സംസാരിക്കാൻ പോലും അതിജീവിത എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഇപ്പോഴും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല, ജസ്റ്റിസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്, എത്രയോ വർഷത്തിന് ശേഷം ബാൻ ചെയ്തിരുന്ന ചിന്മയെ നമ്മളിന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ചിന്മയി മീറ്റു പറഞ്ഞതിനെതിരെയാണ് ചിന്മയെ ബാൻ ചെയ്തത് തമിഴ് സിനിമാ ലോകം. ആ ചിന്മയെ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു ചേഞ്ചാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാ. അന്ന് ചിന്മയി മീറ്റു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് അത് സംസാരിച്ചിരുന്നെങ്കിൽ ചെയ്ത ആള് പുറത്തറിയില്ല. ചിന്മയ്ക്ക് ചിന്മയ്ക്ക് ഈ വർഷങ്ങൾ നഷ്ടപ്പെടില്ല. ഒത്തിരി അവാർഡ്സും ഒത്തിരി അംഗീകാരങ്ങളും ഒത്തിരി ഉയർച്ചയിലെത്തിയാണ് ചിന്മയി. ബട്ട് ചിന്മയ അവിടെ മീറ്റു സംസാരിച്ചതുകൊണ്ടും തനിക്ക് വർക്ക് സ്പേസിൽ ഉണ്ടായിട്ടുള്ള ഒരു ഹറാസ്മെന്റിനെ അത് പുറത്ത് സംസാരിച്ചുകൊണ്ടും അവർക്ക് ഇത്രയും നാളും വർക്കൊന്നും ഉണ്ടായില്ല. ബട്ട് നൗ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു. അവർ ചെയ്ത് ശരിയാണെന്നെങ്കിലും പറയുന്നുണ്ടല്ലോ, ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ദാറ്റ്സ് വൈ അതാണ് എനിക്ക് തോന്നുന്നു മീറ്റുവിൻ്റെ ഇമ്പാക്റ്റ്. ഇപ്പം മലയാള സിനിമയിൽ എങ്ങനെയാണ് ഈ പറയുന്ന സംസാരങ്ങൾ ഉണ്ടാവുന്നത്, IC പോലുള്ള സംഭവങ്ങൾ വരുന്നത്, അല്ലെ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളാണ്. പണ്ട് ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങൾ മറ കെട്ടി ആണ് ഡ്രസ്സ് മാറിയിരുന്നത്. ചില നടിമാര് പറയുന്ന കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഞങ്ങൾ പിന്നെ എവിടെയെങ്കിലും വീടിന്റെയോ സൈഡിന്റെയോ ഒക്കെ മാറി പോയിട്ട് ടോയ്ലറ്റിൽ പോയായിരുന്നു. പക്ഷെ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് കാരവാൻ വേണം, അത് വേണം, ഇത് വേണം. ഇത് പറയുന്ന
ആ പഴയകാല ആക്ടേഴ്സ് ഒന്ന് ചിന്തിക്കണം, പുതിയ കാലത്ത് നമുക്ക് എവിടുന്നെങ്കിലും ഓപ്പൺ ആയിട്ട് ടോയ്ലറ്റിൽ പോകാൻ പറ്റുമോ? കാരവാൻ ഇല്ലാതെ നമുക്ക് വസ്ത്രം മാറാൻ പറ്റും. കാരണം നമ്മുടെ ചുറ്റും ക്യാമറയുണ്ട്. ഞാൻ വർക്ക് സ്പേസിൽ നിന്ന സിനിമ സെറ്റില് ഒരു പ്രായമായിട്ടുള്ളൊരു ആക്ട്രസ് കിടന്നുറങ്ങാണ്. അവരെയാണ് ഒരു നടൻ വീഡിയോ എടുക്കുന്നത്. അയാളുടെ മൊബൈൽ വീഡിയോ എടുക്കുന്നു. അപ്പോൾ ആ ആക്ട്രസ് ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, ചേച്ചി വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞു. കൂടെ വേറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, ക്രൂവിലുള്ള പിള്ളേര്. അപ്പൊ ചേച്ചി എന്നിട്ട് പറഞ്ഞു എൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ തമാശക്ക് എടുത്താ. അപ്പൊ ചേച്ചി പറഞ്ഞു ധൈര്യത്തോടു കൂടി, തമാശ ഒന്നും ഇവിടെ വേണ്ട, മര്യാദക്ക് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം നമ്മൾ പറയില്ലോ, അപ്പം ചില ആക്ട്രസ് ഇപ്പൊ പറയണേക്കുന്നുണ്ട് അതൊക്കെ വിട്ട് കളഞ്ഞോട്ട് ഒന്ന് ദ്വയത്ത് തൊട്ടാല്. അങ്ങനെയല്ല, എല്ലാവർക്കും അത് വിടാൻ പറ്റത്തില്ല. നമ്മൾ വർക്ക് സ്പേസിൽ എങ്ങനെയാണ് ഒരാളോട് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, അത് സീനിയറോ ജൂനിയറോ ഒന്നുമില്ല. അവിടെ ഐഡന്റിറ്റി തന്നെയാണ്. നമുക്കൊരു ഇഷ്യൂ ഉണ്ടായാൽ അത് തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ നമ്മളിപ്പോ ആരുടെ അടിമയായി നിൽക്കുന്ന, ആരെയും സർ മാഡം മുകളിൽ താഴെ അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു ആർട്ടിസ്റ്റാണ്. ഒരു സെറ്റിൽ ചെല്ലുമ്പോൾ, ഒരു ഫിലിമിൽ ചെല്ലുമ്പോൾ ആർട്ടിസ്റ്റിന് എല്ലാത്തിലുള്ള പരിഗണനയും കൊടുക്കണം. അവർക്ക് യാതൊരു തരത്തിലുള്ള ഹറാസ്മെന്റോ ഡിസ്ക്രിമിനേഷനോ ഉണ്ടാകരുത്. അതാണ് ശരിക്കും വേണ്ടത്. അത് തുറന്നു പറയുമ്പോ ഈ അവസരങ്ങളൊക്കെ ഇല്ലാതാവാണ് പലപ്പോഴും. ഈ ഹേമ കമ്മിറ്റിന്റെ വിഷയം വന്ന സമയത്ത് ഈ സർക്കാരിനെതിരെ പാർവതി തിരുവോത്ത് ഇപ്പൊ വലിയ രീതിയിലൊരു എലിഗേഷൻ പറയുന്നുണ്ട്, സർക്കാരിനെതിരെയാണ് സംസാരിക്കുന്നത്. അതിലെന്താണ്? എനിക്ക് അഭിപ്രായം പറയുന്നത് അത് പാർവതിയുടെ ഒരു അഭിപ്രായമായിരിക്കാം. പക്ഷെ ഒന്ന് പാർവതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതിൽ ശീതൾ ശ്യാം? പാർവതി പറഞ്ഞ അഭിപ്രായത്തോട് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഹേമ കമ്മിറ്റി എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം. ഒരു വലിയൊരു ഇൻസിഡന്റിന്റെ പുറത്താണ് ഹേമ കമ്മിറ്റി ഉണ്ടായിട്ടുള്ളത്. ആ ഇൻസിഡന്റിന് ഇത്ര വർഷമായിട്ടും അത് ഞാൻ നേരത്തെ പറഞ്ഞ അതിന് പോലും ജസ്റ്റിസ് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിജീവിതം എന്ന് പറഞ്ഞ പെൺകുട്ടി അന്നത് സംസാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഹേമ കമ്മിറ്റി ഉണ്ടാവില്ല. മലയാള സിനിമാ ലോകത്ത് ഇത്തരത്തിലുള്ള ഹറാസ്മെന്റിനെ കുറിച്ച് യാതൊരു സംസാരവും ഉണ്ടാവത്തില്ല. ഇന്നും ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഹറാസ്മെന്റ് തുടർന്നു പോയേനെ. അതിജീവിതം എന്ന് പറഞ്ഞ പെൺകുട്ടി അങ്ങനെ ഒരു സംസാരം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഫിലിം ആക്ടിവിസ്റ്റുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, പണ്ട് സിനിമയിൽ നിരൂപകർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഫിലിമിനെ ക്രിട്ടിക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുള്ളൂ. ഇന്ന് ഫിലിമിന് ആക്ടിവിസ്റ്റുകളുണ്ട്, സിനിമ ആക്ടിവിസ്റ്റുകളുണ്ട്. അതായത് സിനിമയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സിനിമ ഒരു വ്യവസായമാണ്. ആ വ്യവസായത്തിന്റെ പരിസരത്ത് നടക്കുന്ന ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആക്ടിവിസ്റ്റുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് പാർവതി. പാർവതി ഒരു ആക്ടിവിസ്റ്റും കൂടിയാണ്, ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്, ഒരു ഫിലിം ആക്ട്രസും കൂടിയാണ്. അത് പാർവതിയുടെ അഭിപ്രായം. ബട്ട് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് എൻറ്റയർ ആയിട്ടുള്ള വലിയൊരു കമ്മ്യൂണിറ്റിയുടെ അവരുടെ സ്ട്രഗ്ലിങ്ങിന്റെയും അവരുടെ സഫറിങ്ങിന്റെയും അവരുടെ ഹറാസ്മെന്റിന്റെയും വേദനകളുടെ ഒക്കെ ഒരു റിപ്പോർട്ടാണല്ലോ. ആ റിപ്പോർട്ടിന് വാല്യൂ കൊടുക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വാല്യൂ ഉള്ളത് കൊണ്ടായിരിക്കാം ഗവൺമെന്റ് അത്തരത്തിലുള്ള തീരുമാനം എടുക്കുക, അതിനു വേണ്ടി പണം മുടക്കി അങ്ങനെ ഒരു അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ഏരിയ സർക്കാരിന്റെ കൂടെ എന്നല്ല. ഒന്ന് ഇതിനൊരു പോസിബിലിറ്റിയുടെ പ്രശ്നമുണ്ടല്ലോ. കാരണം ഇപ്പൊ ആ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിലല്ലല്ലോ, അതിൽ റിപ്പോർട്ട് പുറത്തു വന്നു, ശരിക്കും സമൂഹത്തിന്റെ കയ്യിലാണ്. അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളും ആണ് അതിന് ആൻസറബിൾ ആവേണ്ടത്. ഇപ്പൊ സർക്കാരിന് ഞാനൊരു വിക്ടിമാണ്, അല്ലെങ്കിൽ ഞാനൊരു സർവൈവർ ആയിട്ടുള്ള ഒരാളാണ്, അതിജീവിക്കുന്ന ഒരാളാണ്. എന്നെ കൈപിടിച്ച് സർക്കാരിന് കൊണ്ടുവന്ന് നിങ്ങൾക്ക് നീതി വാങ്ങിച്ചു തരാമെന്ന് സർക്കാരിന് പറയാൻ പറ്റില്ല. അവിടെ കോർട്ടിനാണ് അതിന് സാധ്യത. നിങ്ങൾ കേസ് കൊടുക്കണം, അല്ലേ? നിങ്ങൾ ആർക്കെതിരെയാണോ സംസാരിച്ചില്ല ആൾക്കെതിരെ കേസ് കൊടുക്കണം, നിങ്ങളത് വാദിക്കണം. അതിന് വേണ്ടുന്ന ഹെൽപ്പൊക്കെ വേണമെങ്കിൽ സർക്കാർ ചെയ്യും. അവിടെ നമ്മൾ ഇല്ലാത്തതാണ് പ്രശ്നം. അതായത് ഈ പറയുന്ന ആളുകൾ ഇല്ലാത്തതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒത്തിരി അലിഗേഷൻസ് നടന്ന ആളുകളൊക്കെ വീണ്ടും വെളിയിൽ വരികയല്ലേ. പിന്നെ കുറ്റാരോപിതനായിട്ടുള്ള ആക്ടർ, അയാളിപ്പം നിരന്തരം ഓരോ ഇന്റർവ്യൂസിലും വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ഒത്തിരി വേദനിപ്പിച്ചു, എന്നെ എല്ലാവരും കൂടി കഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക അയാള്. അല്ല, അന്ന് കരഞ്ഞില്ലല്ലോ, അയാൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ആ പെൺകുട്ടിയുടെ വേദന, ഇപ്പൊ ചിന്മയെ നമ്മൾ കണ്ടതുപോലെ ആ പെൺകുട്ടി ഇത്രയും വർഷം അഭിനയിക്കേണ്ട സ്ഥിതി അല്ലെ, അവളുടെ വേദന, അവളുടെ വിഷമം, അവളുടെ റിയാലിറ്റി
ഐ ഡോണ്ട് നോ. എനിക്ക് പേഴ്സണലി ആ കുട്ടീനെ അറിയുന്നതാ. അവളുടെ ഇത്രയും വർഷത്തെ പ്രയത്നങ്ങളൊക്കെ എവിടെ പോവും എന്നുള്ളതാണ്. അവിടെ എപ്പോഴും ഒരു മെയിൻ സ്ട്രീം നായകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു പരിവേഷം ഉണ്ടല്ലോ ഇപ്പോഴും സമൂഹം. അപ്പൊ അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. സമൂഹം ആരുടെ വശത്താണെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കരയേണ്ട, സമൂഹത്തിന് മുമ്പിൽ പശ്ചാത്താപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റ് ചെയ്യാത്തവർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല, തെറ്റ് ചെയ്തവർക്ക് അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഐ തിങ്ക് നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതായിരിക്കും ഇങ്ങനെ പശ്ചാത്തപിക്കുന്നത്, കരയുന്നതും വിഷമിക്കുന്നതൊക്കെ. ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ സർജറിനെ കുറിച്ച് വളരെയധികം ഒരു ചോദ്യങ്ങൾ സമൂഹത്തിനുണ്ട്. കാരണം സർജറി ചെയ്ത് ട്രാൻസ്ജെൻഡർ മരിക്കുന്നു എന്നുള്ളൊരു വാർത്തകളും യാഥാർത്ഥ്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആളുകൾ പേടിക്കുന്നുണ്ട് ഈ സർജറിനെ കുറിച്ചിട്ട്. എന്താണ് പറയാനുള്ളത്? ഒന്ന്, നമ്മുടെ നാട്ടിലെ സർജറി എന്ന് പറയുന്ന പ്രോസസ്സിന് അത്ര വലിയ നാളുകളൊന്നും ആയിട്ടില്ല.